സൺഡേ സലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഈ കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിൽ ഒരു മിലിറ്ററി IDF ഒരു മിലിറ്ററി ഔട്ട് പോസ്റ്റിനെ ഹമാസിന്റെ ഭീകരപ്രവർത്തകർ ആക്രമിക്കുകയുണ്ടായി. ആ ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മിലിറ്ററി ഔട്ട് പോസ്റ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു കേവിൽ നിന്ന്, ഒരു മാളത്തിൽ നിന്ന് പുറത്തു ചാടിയാണ് ഇവർ ഈ IDF ഔട്ട് പോസ്റ്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അപ്പം അത് അവരുടെ ഉദ്ദേശം വാസ്തവത്തിൽ അവിടുന്ന് പട്ടാളക്കാരെ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ആ ഔട്ട് പോസ്റ്റ് ആക്രമിച്ച് തകർക്കുക എന്നതിലേറെ ആരെങ്കിലും ബന്ദിയാക്കാൻ കിട്ടുമോ എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് ആക്രമണത്തിന്റെ രീതികളിൽ നിന്നും പട്ടാളക്കാർക്ക് മനസ്സിലായി. കാരണം ഒരു ബന്ദി എന്ന് പറയുന്നത് മരിച്ച ഒരു പട്ടാളക്കാരനേക്കാൾ എത്രയോ വാല്യുബിൾ ആണ് എന്ന് അവർക്കറിയാം. ജീവനുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള വിലപേശൽ അത് അങ്ങേയറ്റം ഫലപ്രദമാണ് എന്ന് അവരുടെ ഇത്രയും കാലത്തെ യുദ്ധത്തിൽ നിന്ന് അവർ പഠിച്ചെടുത്തത് കൊണ്ട് ഒരു പട്ടാളക്കാരനെങ്കിലും ജീവനോടെ കിട്ടുകയാണെങ്കിൽ അത് ഒരു പട്ടാളക്കാരനെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഇഫക്റ്റീവാണ് എന്ന് അവർക്കറിയാം. അപ്പം അത് അവർ ശ്രമിച്ചത് ആ ഔട്ട് പോസ്റ്റിലുള്ള ഒരു പട്ടാളക്കാരനെങ്കിലും തടവുകാരനായി പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അവരെ കൊണ്ട് സാധിച്ചില്ല. ഔട്ട് പോസ്റ്റുള്ള 3 പട്ടാളക്കാർക്ക് മുറിവേറ്റു. 10 ഹമാസിന്റെ ഭീകരരെ പട്ടാളക്കാരെ തിരിച്ചു വധിച്ചു. ഇവരെ 20ഓളം വരുന്ന ഒരു സംഘമായിരുന്നു. ബാക്കി 10 പേര് രക്ഷപ്പെട്ടു. ഇതിനകത്ത് ഏറ്റവും കൃത്യതയോടെ IDFന് മനസ്സിലായ ഒരു കാര്യം, ഇവരുടെ ഈ മാളങ്ങള്, ഈ കേവുകൾ തിരിച്ചറിയുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇത് ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ തുറക്കുന്ന ഒരു മാളമായിരുന്നു. പക്ഷെ ഇവരുടെ ഔട്ട് പോസ്റ്റിന് ഇത്രയും അടുത്ത് ഒരു കേവ് ഉണ്ട് എന്നുള്ളത്, ഒരു ഗുഹയുണ്ട് എന്നുള്ളത് അവർക്ക് ഒരു തരത്തിലും തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അവിടുത്തെ ടെറൈനുമായിട്ട്, അവിടുത്തെ ചുറ്റുപാടുമുള്ള മണ്ണുമായിട്ട് തീർത്തും ഒത്തുപോകുന്ന തരത്തിൽ അത് മണ്ണിട്ട് മൂടുകയോ ചരളിട്ട് മൂടുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ കേവുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം കേവ് എന്ന് പറയുന്നത് മണ്ണിനടിയിലോട്ട് പോയാൽ മാത്രം പോയി, തുറന്ന് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. അപ്പൊ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം ഒരു തരത്തിലും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ഇവര് കാമഫ്ലാജ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഇവരുടെ ഈ മിലിറ്ററി ഔട്ട് പോസ്റ്റിന് തൊട്ടടുത്ത് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ളത് ഈ മിലിറ്ററി ഔട്ട് പോസ്റ്റ് മാസങ്ങളായി അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരതിലെ കൂടി അകത്ത് വരികയോ പുറത്തു പോവുകയോ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല. അവര് ഉടൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് അത് മൂടുകയും അതിന്റെ മുകളിൽ അവിടുത്തെ ഭൂമിയിലെ മണ്ണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ ആ രീതിയിൽ കൃത്യമായിട്ട് മണ്ണിട്ട് മൂടുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് മാത്രം ഭാരമുള്ള മണ്ണില്ല, കാരണം അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തുറക്കത്തക്ക രീതിയിലാണ് അവരത് ചെയ്തു വെച്ചിരുന്നത്. അപ്പൊ ഇത് IDFന് നൽകുന്ന ഒരു തിരിച്ചറിവ് ഈ ഗാസ സിറ്റി, ഇതിപ്പോ ഖാൻ യൂനിസിലാണ് സംഭവിച്ചത്. ഗാസ സിറ്റിയിലേക്ക് ഇവർ പ്രവേശിക്കുന്ന സമയത്ത് ഇവരുടെ ഗുഹകൾ തിരിച്ചറിയാൻ അത്രത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവരെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മിക്കവാറും ഇവരുടെ ദ്വാരങ്ങളൊക്കെ അല്ലെങ്കിൽ ഗുഹകളൊക്കെ മാളങ്ങളൊക്കെ തുറക്കുന്നത് ഏതെങ്കിലും വീടുകളുടെ ഉള്ളിലേക്കോ അല്ലെ വീടുകളുടെ കാർ പോർച്ചുകളിലേക്കോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും. അപ്പം ഒരു തരത്തിലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഗുഹകൾ ഉണ്ടാവുക എന്നും ഇനി ഹമാസിനെ സംബന്ധിച്ച് ഒരംഗത്തിനുകൂടി ബാല്യമുണ്ട് എന്നുമാണ് ഈ ആക്രമണം സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമല്ല. ഇനി മിക്കവാറും സംഭവിക്കാൻ പോകുന്ന ആക്രമണങ്ങളൊക്കെ സൂയിസൈഡ് ബോംബിംഗ് പോലത്തെ പരിപാടികളായിരിക്കും. അതായത് മേത്ത് ബോംബം വെച്ച് കെട്ടിക്കൊണ്ടുകൂടി വന്ന് പട്ടാളക്കാരുടെ വീട് പൊട്ടിത്തെറിക്കുക, അങ്ങനത്തെ അഭ്യാസങ്ങളാണ് ഇനി അവർ ഇറക്കാൻ സാധ്യത. പക്ഷെ അത് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്നാവുമ്പോൾ, വളരെ അടുത്ത് നിന്നാവുമ്പോൾ തടയാൻ പറ്റില്ല. അത് തോക്കെടുക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഒരു മനുഷ്യ ബോംബ് പട്ടാളക്കാരുടെ ഇടയിൽ വന്ന് പൊട്ടിത്തെറിച്ചേക്കാം. അപ്പൊ ആ ഒരു ഭീഷണി നിലവിൽ വന്നപ്പോൾ റിസർവിലുള്ള 1,30,000 പട്ടാളക്കാരെയാണ് ഇപ്പോൾ വിളിക്കാൻ വേണ്ടി പുതുതായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് പറഞ്ഞത് അവർ വിളിക്കാൻ തീരുമാനിച്ചത് 60,000 പേരെയാണ്. അതിന്റെ കൂടെ ഒരു 20,000 കൂടി വേണ്ടിവരും എന്ന IDF നേതൃത്വം ഗവൺമെന്റിനെ ധരിപ്പിച്ചതായി പറഞ്ഞിരുന്നു. ഇന്നലെ അവർ ഈ ഖാൻ യൂനിസിലെ ഈ ഒരു അനുഭവത്തിന് ശേഷം അത് പോരാ, 1,30,000 ആളുകളെ തിരിച്ചു. കാരണം കണ്ടമാനം ആളുകളുടെ ആവശ്യം വരും. ഓരോ ഇഞ്ചും, ഓരോ സ്ക്വയർ ഇഞ്ചും പരിധി നോക്കി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു ആക്രമണം അവർക്ക് നൽകിയ തിരിച്ചറിവ് ഇതാണ്. ഇവരുടെ ഈ ടണലുകൾ എന്ന് പറയുന്നത് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അവർ പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചു, പ്രത്യേകിച്ചും ഗാസ സിറ്റി പോലത്തെ ഹൈലി തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് 10 ലക്ഷം ആളുകൾ ഒരു കൊച്ചു സിറ്റിയിൽ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് കയറുന്ന സമയത്ത് ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ചെറിയൊരു ശതമാനം ആളുകളുടെയെങ്കിലും പിൻബലം ഇവർക്കുള്ള സ്ഥിതിക്ക് അവരുടെ ഈ പുറത്തേക്ക് വരുന്ന ഗുഹകൾ അവർക്ക് ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കും.
അപ്പൊ അത് കൂടുതൽ മാൻ പവർ ഉപയോഗിച്ച് മാത്രമേ കണ്ടുപിടിക്കാനാവൂ. ഒന്നാമത്തെ വിഷയം. രണ്ട്, ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ നെഗോസിയേഷന് തയ്യാറാണ്, ചർച്ചകൾക്ക് തയ്യാറാണ്, വെടിനിർത്തലിനും തയ്യാറാണ്. പക്ഷേ ഇസ്രായേൽ പറയുന്ന ടേംസിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഹമാസ് മുന്നോട്ട് ഒരു പ്രപ്പോസലും വയ്ക്കേണ്ട. ഇസ്രായേലിന്റെ പ്രപ്പോസലുകൾ അവിടെ ഉണ്ട്. പൂർണ്ണമായ കീഴടങ്ങൽ, ഹമാസ് ആയുധം വെച്ച് പൂർണ്ണമായും കീഴടങ്ങുക, മുഴുവൻ ബന്ദികളെയും വിട്ടുതരാം. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ബന്ദികളിൽ 20 പേര് ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, 2 പേരൂടെയെങ്കിലും മരിച്ചിട്ടുണ്ടാവും, 18 പേരിൽ കൂടുതൽ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൽ അതിന്റെ അലയൊലികളുണ്ട്. ബന്ദികളുടെ ബന്ധുക്കൾ അങ്ങേയറ്റം രോഷാകുലരാണ്. തീർത്തും സ്വാഭാവികം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യനെ ആരെങ്കിലും കട്ടുകൊണ്ട് പോയിട്ട് ഇങ്ങനെ കഴുത്തെ കത്തി വെച്ചുകൊണ്ടെന്ന് നമുക്കുണ്ടാകുന്ന അതേ അനുഭവം തന്നെയാണ് മറ്റുള്ളവർക്കുള്ളത്. കൊന്നു കളഞ്ഞാൽ അത്രയും പ്രയാസം തോന്നില്ല. ഇതിപ്പം ജീവനോടെ വെച്ചിട്ട് പട്ടിണിക്കിടുകയും പീഡിപ്പിക്കുകയും കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മളുടെ കുടുംബത്തിലെ അംഗത്തിനുണ്ടായാലും നമ്മളുടെ പ്രതികരണം എന്താണ് എന്നാലോചിച്ചാൽ മതി. ഇതേ പ്രതികരണമാണ് ഇസ്രായേലിൽ സംഭവിക്കുന്നത്. തിരിച്ച് പട്ടാളക്കാരെ കൊണ്ട് അത് തിരിച്ചു വാങ്ങിയെടുക്കാൻ സാധിക്കാതെ വരിക, അവരെ വെച്ച് പട്ടാളത്തോട് രാജ്യത്തെക്കുറിച്ച് രാജ്യത്തിന്റെ വില പേശുക, ഇത്തരം ഏറ്റവും നീചമായ പ്രവൃത്തികളിലൂടെയാണ് ഹമാസ് പോരാട്ടം എന്ന് വിളിക്കുന്ന പോരാട്ടം ഇതാണ്. ഈ കൊള്ളയുടെ പേരാണ് അവരെ സംബന്ധിച്ച് പോരാട്ടം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്, പൂർണ്ണമായും വെടിനിർത്താൻ തയ്യാറാണ്, യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ്, ബട്ട് ഓൺ അവർ ടേംസ് ഓൺലി, ഞങ്ങളുടെ ടേംസ് അനുസരിച്ച് മാത്രമേ ഇത് അവസാനിക്കൂ. കാരണം ഞങ്ങളാണ് വിജയിച്ചു നിൽക്കുന്നത്. ഇത് ഏതറ്റം വരെ കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഗാസ സിറ്റി ഞങ്ങൾ തുടച്ചു നീക്കും എന്ന് പറഞ്ഞാൽ ഗാസ സിറ്റിയിൽ ഒറ്റ മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവിടുന്ന് മുഴുവൻ ആളുകളെ ഞങ്ങൾ ചവിട്ടി പുറത്താക്കും. അതിനകത്തുള്ള ഓരോ ഹമാസിനെയും മുടിക്കടയിൽ നിന്ന് പേനെ പിടിക്കുന്നത് പോലെ പിടിച്ച് ഞെരിച്ച് കൊല്ലും. അപ്പൊ അവരെ കൊണ്ട് സാധിക്കുമെന്ന് വളരെ ക്ലിയർ ആണ്. ഈ ഹമാസിനും അത് ക്ലിയർ ആണ്. ഈ നെഗോഷിയേറ്റേഴ്സായി വരുന്ന ഖത്തറിനും ഈജിപ്തിനും അത് ക്ലിയർ ആണ്. എല്ലാവർക്കും വ്യക്തമാണ്. അപ്പം പരിപൂർണമായിട്ട് കീഴടങ്ങിയാൽ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താം, മരണം അത്രയും കുറയ്ക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ മുൻപോട്ട് വരും, നിശ്ചയമായും മരണങ്ങൾ ഉണ്ടാവും. ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഭാഗത്ത് മരണങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ഇത് തീർത്തിട്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പൊ ഇന്നലെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രിയും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ലീഫ്ലെറ്റുകൾ അവർ ഗാസ സിറ്റിയിൽ ആകാശത്ത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ജനത്തെ സംബന്ധിച്ച് അവസാനത്തെ പിടിവള്ളിയാണ്. വെടിനിർത്തൽ നടപ്പിലാക്കാം, യുദ്ധം അവസാനിപ്പിക്കാം എന്ന് ഇസ്രായേൽ പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു പിടിവള്ളിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഹമാസിന് നേരെ വലുതായി തിരിയുന്നുണ്ട്. കാരണം തങ്ങളുടെ ജീവന ഭീഷണിയായി IDF അടുത്തേക്ക് വരികയാണ്. അപ്പൊ അതിനെതിരെ സാധാരണ ജനത്തെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. ഹമാസ് കാണിക്കുന്ന ഈ ഗോഷ്ടി അവർക്ക് അവരുടെ അവസാനത്തെ മരണപ്രാണമാണ്. അവരെ സംബന്ധിച്ച് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഹൂറികൾ നിറഞ്ഞുള്ള ഒരു സ്വർഗമുണ്ട്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ അവർ ഹമാസിനെതിരെ തിരിയുന്നുണ്ട്. അത് തിരിയാൻ വേണ്ടി കൂടിയാണ് ഇവർ ലീഫ്ലെറ്റുകളൊക്കെ അവിടെ വിതരണം ചെയ്യുന്നത്. അപ്പൊ സാധാരണ ആളുകൾ തന്നെ ഹമാസിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കുമെന്നും ഇവരുടെ ഈ കേവുകൾ കാട്ടിക്കൊടുക്കുമെന്നും ഒക്കെയാണ് IDFന്റെ ഒരു പ്ലാനിലുള്ള സംഗതി. അപ്പൊ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസ് അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. ഒരു നേരത്തെ പറഞ്ഞ 60 ദിവസത്തെ വെടിനിർത്തലും പകുതി ബന്ദികളുടെ കൈമാറ്റവും എന്നുള്ള ഒരു സംഗതി അവിടെ ഉണ്ട്. അത് സ്വീകരിക്കുമെന്നോ സ്വീകരിക്കില്ലെന്നോ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾ പറയുന്ന ടേംസിൽ മാത്രമേ വെടിനിർത്തലുള്ളൂ എന്നാണ്. മറ്റേ പ്രപ്പോസലിനെ സംബന്ധിച്ച് അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ഗാസ സിറ്റിയിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.